ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രക്കോളി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി വാച്ച് ചെയ്തിട്ട് പോയിക്കോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ സ്ക്രീൻ കാർഡായിട്ട് കൊടുത്തേക്കാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സബോള ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഒരു 3 അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി. ബ്രക്കോളി ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് വേവിച്ചെടുക്കണം, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട്. ഒക്കെ വെന്ത് വന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു ജാറിലേക്ക് വെളുത്തുള്ളി എടുത്തു വെച്ചത്, ഈ വറ്റൽമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ സബോള നമ്മൾ അരിഞ്ഞു വെച്ചതിന് കുറച്ച് മാത്രം എടുത്ത് ഇതിലിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ചേർക്കട്ടോ. കുരുമുളക് പൊടി ഇതിനേക്കാൾ നല്ലത് കുരുമുളക് ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മല്ലിയില കുറച്ചിട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പച്ചമല്ലിയായിരുന്നു വേണ്ടത്, അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പെരിഞ്ജീരകവും നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഈ പരുവത്തിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് കുക്കായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രക്കോളി ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബ്രക്കോളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കളറൊക്കെ മാറുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്രൈ ആവാൻ പാടുള്ളൂ. ഇതിൻ്റെ ആ ഗ്രീൻ കളർ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കരുത്. ഗ്രീൻ കളറിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഈ ഒരു ലെവലായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത ബ്രക്കോളി നമുക്ക് ഓട്ടയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഊറി പോകാൻ പാകത്തിന് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മോനെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ അവനെയും കൂടി നോക്കണം. അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തതും എല്ലാം ചെയ്തത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെ ഇവിടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് അതിൻ്റെ ആ ഗ്രീൻ കളറൊക്കെ പോവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓയിൽ തന്നെ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ സബോള ഇട്ട് കൊടുത്തു. സബോളയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത പൊട്ടറ്റോയും സബോളയും ഒക്കെ കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നന്നായിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇതൊക്കെ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് മസാലയിലുള്ളത്, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് ഒരുപാട് വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഒരു 2 മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് പച്ചപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചു, ഇതിൻ്റെ പച്ചപ്പൊക്കെ പോയി.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബ്രക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രക്കോളി നല്ല ഗ്രീൻ കളറായിട്ട് കിടക്കുന്നുണ്ടോ? ഈ ഒരു കളർ നമുക്ക് വേണം. ഈ ഒരു കളർ നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. ഇങ്ങനെ ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റും ഗുണങ്ങളും എല്ലാം നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചാറ് കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ പിഴിഞ്ഞ് ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളിയും ഒക്കെ കൂടിയുള്ളൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ഒരു സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ചേർത്തു. ഒരു നുള്ളു പഞ്ചസാര ഞാനിതിൽ ചേർത്ത് കൊടുത്തു. അത് ഈ കറിയുടെ ഒരു സീക്രട്ടാട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആവാറായി കഴിഞ്ഞപ്പോൾ നമ്മൾ മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തു. എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫ്ലേവറൊക്കെ നൽകുന്നത് മല്ലിയിലയാണ്. ഇവിടെ ബാംഗ്ലൂരൊക്കെ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന മല്ലിയിലയാണ്. കറിവേപ്പിലയൊക്കെ അപൂർവമായിട്ടാണ് യൂസ് ചെയ്യണുള്ളൂ. മല്ലിയിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം അടുത്ത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.